നിങ്ങളെ ഉപദ്രവിച്ചതിന് ദേവി കൊടുത്ത ശിക്ഷയാണെങ്കിലോ? യാത്രക്കിടയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ദേവി എന്ന് വിളിച്ചിട്ടുണ്ടാവില്ലേ? ഒന്ന് ഓർത്തു നോക്കി. കേട്ടില്ല കേട്ടില്ല, ഉറക്കെ. അതെ, ആ വിളി ദേവി കേട്ടിട്ടുണ്ടാവും. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാ. ചോറ്റാനിക്കരമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നങ്ങ് കൂട്ടിക്കോളൂ. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് വിശ്വാസം ആവുന്നില്ല അല്ലേ? തെളിവ് തരാം. മുറിവേറ്റ ആളെ താങ്ങിയെടുത്തോണ്ട് പോകുമ്പോ അവരിൽ ഒരാളുടെ കീശയിൽ നിന്ന് വീണതാണ് ഇത്. എന്റെ ഫോൺ ഞാൻ കൈലാസ് സാറിനോട് സംസാരിക്കാൻ എടുത്തപ്പോ അവർ തട്ടിപ്പറിച്ചതാ. ഇപ്പോ വിശ്വാസമായോ? ചേച്ചിയുടെ വീട് ഇവിടെയാണോ? അല്ല, കുറച്ച് ദൂരെയാ. ചേച്ചി ഇങ്ങനെ ഇവിടെ എത്തി? എങ്ങോട്ടെന്നില്ലാതെ അങ്ങ് നടന്നതാ. ദുരനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ചോറ്റാനിക്കരയിലേക്ക് പോവാതെ തിരിച്ചു പോകാനാണോ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾക്ക് അവിടെ പോണെന്ന് തന്നെ ആഗ്രഹം. ഒരു ജീവന്റെ കാര്യ. ദേവി കൈവിടില്ലെന്ന വിശ്വാസത്തിലാ പുറപ്പെട്ടത്. പക്ഷെ ഇപ്പോ യാത്ര ചെയ്യാൻ ധൈര്യമില്ല ഞങ്ങക്ക്. ഒരാള് കൂടെ ഉണ്ടെങ്കിലോ? ആര്? ഞാൻ തന്നെ. ചേച്ചി ഞങ്ങളുടെ കൂടെ വരുമോ? ഞാൻ പറഞ്ഞില്ലേ, എങ്ങോട്ടെന്നില്ലാതെ അങ്ങോട്ട് നടന്നതാ. അമ്മയുടെ തിരുനടയിൽ ചെന്ന് നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വലിയ ഉപകാരം. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. പക്ഷേ മീരയ്ക്ക് നല്ല വേദനയുണ്ട്. മുഖം കണ്ടില്ലേ, നല്ല തളർച്ചയുണ്ട്. ഈ അവസ്ഥയിൽ ഇവളെങ്ങനെ ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്യാ? തളരുന്നത് ശരീരമല്ല, മനസ്സാണ്. മനസ്സ് തളർന്നാൽ ശരീരവും വീഴും. എനിക്കൊരു പ്രശ്നമില്ലെന്ന് സ്വയം പറഞ്ഞാൽ ഹിമാലയം കയറാനുള്ള കരുത്ത് പോലും ലഭിക്കും ശരീരത്തിന്. തളർന്നത് മനസ്സല്ല ചേച്ചി, ശരീരം തന്നെയാ. നല്ല ആഴത്തിലുള്ള മുറിവ്, കുറെ ചോര പോയി. ഇപ്പോഴും ചോര നിൽക്കുന്നില്ല. ചോര നിൽക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? അത് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ. ആ കെട്ടൊന്നഴിച്ചു നോക്കിയേ. അയ്യോ വേണ്ട, മീര വെറുതെ പറഞ്ഞതല്ല. പോകുന്ന വഴിക്ക് ആദ്യം ഒന്ന് ഡോക്ടറെ കാണണം. ഞാനും വെറുതെ പറഞ്ഞതല്ല. ഭഗവതി ഹേ ശിതികനുടക കുടുംബിരേ ഭൂരി കുടുംബിനി ഭൂരി ജയ ജയ ഹേ ജയ ജയ ഹേ. ചോര നിന്നു. മുറിവ് കരിയാൻ 2 ദിവസം എടുക്കും. അതുവരെ വേദനയുണ്ടാവും. ചില യോഗങ്ങൾ അങ്ങനെയാ. തലയിൽ കുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചേ മതിയാവൂ. വേദന ഞാൻ സഹിച്ചോളാം. പ്രിയന്റെ അമ്മ ആശുപത്രിയില് മരണത്തോട് മല്ലടിക്കോ? എത്രയും വേഗം ചോറ്റാനിക്കരമ്മയുടെ മുന്നിലെത്തണം. വാ ചേച്ചി. ഞാൻ വരാം. പക്ഷേ ഞാൻ വരണമെങ്കിൽ എന്റെ ഒരു നിബന്ധന നിങ്ങൾ 2 പേരും അംഗീകരിക്കണം. ചേച്ചിയുടെ ഏത് നിബന്ധനയും ഞങ്ങൾ അംഗീകരിക്കാം. ആരെയും പേടിക്കാതെ ആ നടയില് എത്തിച്ചെന്നാ മാത്രം മതി. എന്താ ചേച്ചിയുടെ നിബന്ധന? പറയാം, നടന്നോളൂ. നീ എന്താ ആലോചിക്കുന്നത്? പ്രിയൻചേട്ടനെ കുറിച്ച് തന്നെയാ. കരയാൻ പോലും കണ്ണീരുണ്ടാവില്ല പാവത്തിന്. ദർശനയുടെ മുന്നില് പിടിച്ചു നിൽക്കണല്ലോ, ഇല്ലെങ്കിൽ അവളും തകർന്നു പോയില്ലേ? ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ പുറപ്പെടുന്നത് മുതൽ അവിടെ എത്തുന്നത് വരെ മറ്റൊന്നും ആലോചിക്കാനേ പാടില്ല. കഴിയണ്ടേ ചേച്ചി? എന്റെ മനസ്സ്
ഇപ്പോ എന്റെ നിയന്ത്രണത്തിലൊന്നും അല്ല. മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഒരു വഴിയുണ്ട്. നാമം ജപിച്ചാൽ മതി. ചോറ്റാനിക്കരയിലേക്ക് പോകുമ്പോ എന്താണ് ജപിക്കേണ്ടതെന്ന് അറിയോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന്. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഉറക്കെ ജപിക്കാൻ മടി കാണും. മനസ്സിൽ ജപിച്ചാൽ മതി. ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ? പണ്ടേയുള്ള സംശയോ? ചിലപ്പോ പൊട്ടത്തരമായിരിക്കാം, എന്നാലും ചോദിച്ചോട്ടെ. ചോദ്യം പൊട്ടത്തരമാണോ എന്ന് കേൾക്കുന്നവരല്ലേ തീരുമാനിക്കേണ്ടത്. ചോദിച്ചോളൂ. അമ്മേ നാരായണ, ദേവി നാരായണ എന്നല്ലേ ജപിക്കുന്നെ? ദേവി സ്ത്രീയല്ലേ? ദേവിയെ നാരായണ എന്ന് വിളിക്കാൻ പാടുണ്ടോ? പുരുഷനെയല്ലേ നാരായണ എന്ന് വിളിക്ക? ഈ ചോദ്യം പൊട്ടത്തരമാണെന്ന് ആരാ പറഞ്ഞത്? നല്ല ചോദ്യമല്ലേ? ചോറ്റാനിക്കരയിൽ മഹാവിഷ്ണുവിനോടൊപ്പമാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ലക്ഷ്മി നാരായണ സങ്കല്പമുണ്ട്. ദേവിക്കും മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമുള്ളതുകൊണ്ട് ദേവിയെയും ഭഗവാനെയും ചേർത്താണ് അമ്മേ നാരായണ എന്ന് വിളിക്കുന്നത്. ഇതെനിക്കും പുതിയ അറിവാ. ആരാ? കൈലാഷ് സാറാ. ഹലോ കൈലാഷ് സാർ. പാർവതിയെ കുറച്ചു മുന്നേ ഞാൻ വിളിച്ചിരുന്നു. പാർവതി കോൾ എടുക്കാതെ കട്ട് ചെയ്തോണ്ടാ പിന്നെ ഞാൻ വിളിക്കാതിരുന്ന. സാറ് വിളിച്ചപ്പോ കട്ട് ചെയ്ത ഞാനല്ല. പിന്നെ എന്താ പാർവതി? ആരാ സാർ? പാറുവാണോ? പാർവതി, ഞാൻ പ്രിയന് കൊടുക്കാം. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് നീ എന്നോട് ചോദിക്കരുത്. അല്പം ജീവൻ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി ഉടനെ പോകുന്നു പറയാനുള്ള മനക്കെട്ടി എനിക്കില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല പ്രിയൻ ചേട്ടാ. പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് ഡോക്ടർ വെറുതെയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ സമാധാനത്തിൽ ഇരിക്കാമായിരുന്നു. ഇതിപ്പോ ഡോക്ടറും കൈയൊഴിഞ്ഞതുപോലെ. ഇനി മുതൽ അത്താഴം വിളമ്പി കാത്തിരിക്കാനും വൈകിയതിന് വഴക്ക് പറയാനും എനിക്ക് അമ്മ ഉണ്ടാവില്ല പാറു. പ്രിയൻ ചേട്ടനെ എന്തൊക്കെയായി പറയുന്നത്? ഡോക്ടർ അല്ല തീരുമാനിക്കേണ്ടത്. മുകളിൽ ഒരാളില്ലേ? ദൈവം നമ്മളെ കൈവിടില്ല പ്രിയൻ ചേട്ടാ. ഞാനാ പറയുന്നത്. പ്രിയൻ ചേട്ടന്റെ പാറുവാ പറയുന്നത്.